ഈ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉപസംഹാര കാണ്ഡത്തിലാണ് ഉള്ളത്. ലളിതോപാഖ്യാനത്തിലാണ് ഇത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ മന്ത്രകാണ്ഡം, ന്യാസകാണ്ഡം, പൂജാകാണ്ഡം, പുരസ്ചരണകാണ്ഡം, ഹോമകാണ്ഡം, രഹസ്യകാണ്ഡം, സ്തോത്രകാണ്ഡം എന്ന് 7 ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് മന്ത്രങ്ങൾ, അതെങ്ങനെ ജപിക്കണം, എങ്ങനെ ദീക്ഷ മേടിക്കണം, ഗുരുമുഖത്തു നിന്ന് ദീക്ഷ മേടിച്ച് അതിനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ ജപിച്ച് അതിനെപ്പറ്റിയിട്ട് പറയുന്നതാണ് മന്ത്രഖണ്ഡം. ന്യാസഖണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി അവിടെ കൈ തൊട്ട് അതിന് ഉള്ള പ്രത്യേക മന്ത്രങ്ങൾ ജപിച്ച് നമ്മുടെ ശരീരം മുഴുവൻ ഈശ്വര ചൈതന്യം പ്രതിഫലിക്കുന്ന രീതിയിൽ ആക്കുന്നതാണ് ന്യാസകാണ്ഡം. പൂജാവിധികളെ പറ്റി പറയുന്നതാണ് പൂജാകാണ്ഡം. പുരസ്ചരണം, നമ്മൾ സ്വീകരിക്കുന്ന മന്ത്രത്തിനനുസരിച്ച് എത്ര ലക്ഷം ജപിക്കണം, അതിൽ ദശാംശം ഹോമം ചെയ്യണം, ദശാംശം അന്നദാനം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ക്രമങ്ങളെ പറ്റി പറയുന്നതാണ് പുരസ്ചരണ ഖണ്ഡം. ഹോമവിധികളെ പറയുന്ന ഹോമഖണ്ഡം. സ്ഥൂലമായിട്ടുള്ള രൂപം, സൂക്ഷ്മമായിട്ടുള്ള മന്ത്രസ്വരൂപം, അതിലും സൂക്ഷ്മമായിട്ടുള്ള പരമാത്മസ്വരൂപം എന്നൊക്കെ ഉള്ള തത്വങ്ങളെ വർണ്ണിക്കുന്നതാണ് രഹസ്യഖണ്ഡം. സ്തോത്രഖണ്ഡം എന്ന് പറയുന്നതാണ് 7ാമത്തെ ഖണ്ഡം. ഈ സ്തോത്രഖണ്ഡത്തിലാണ് ശ്രീ ലളിതാ സഹസ്രനാമം പറയപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനമാണെങ്കിൽ ശ്രീ ഭാസ്കര രായർ നമ്മൾ 3 രീതിയിലാണ് ദേവിയെ ആരാധിക്കുന്നത്. അഗ്നി, സോമ, സൂര്യഖണ്ഡങ്ങളിലാണ്, ആ 3 വിഭാഗത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓരോന്നിനും 12 കലകൾ വെച്ചുണ്ട്. അതിൻ്റെ സൂര്യൻ്റെ കലകൾ 12 തപിനി, താപിനി, ധൂമ്ര, മരീചി, ജ്വാലിനി, രുചി, സുഷുമ്ന, ഭോഗത, വിശ്വ, ബോധിനി, താരിണി, ക്ഷമ എന്നാണ് സൂര്യൻ്റെ 12 കലകൾ. ശ്രീ ലളിതാ സഹസ്രനാമത്തെ 12ആയിട്ട് വിഭജിച്ചുകൊണ്ട് അതിൻ്റെ പൂർവ്വഭാഗം മുഴുവൻ ഒരു കലയായിട്ടും 100 മന്ത്രങ്ങൾ വെച്ച് ശതകമായിട്ടും പിന്നെ ഉത്തരഭാഗമായ ഫലശ്രുതിയെ 12ാമത്തെ കലയായിട്ടും വെച്ചുകൊണ്ടാണ് ശ്രീ ഭാസ്കര രായർ തൻ്റെ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. എങ്ങനെയാണോ ദേവി എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഉടമയാണ്, ദേവിയെ ആരാധിക്കുന്നവർക്ക് സകല സൗഭാഗ്യങ്ങളും സ്വന്തമാണ്, അങ്ങനെ എല്ലാ മംഗളങ്ങൾക്കും കാരണിയായ ദേവിയെ ഭാസ്കരം, എങ്ങനെയാണോ നമ്മൾ ഇരുട്ടത്ത് സാധനങ്ങൾ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല, തപ്പി നടക്കും, അതേസമയം ഭാസ്കരൻ്റെ പ്രകാശത്തിൽ നമുക്കതിനെ നന്നായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ ഈ സൗഭാഗ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഭാസ്കരനാണ് എന്നുള്ള അർത്ഥത്തിൽ സൗഭാഗ്യ ഭാസ്കരം എന്നുള്ള ഈ വ്യാഖ്യാനം ഭാസ്കര രായർ രചിച്ചു. നമ്മളിപ്പോൾ പൂർവ്വഭാഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു. അഗസ്ത്യ മഹർഷി ഹയഗ്രീവൻ്റെ കാല് പിടിച്ച് ഇതെനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഹയഗ്രീവൻ അത് പറയാൻ തയ്യാറായി എന്നുള്ളതാണ് തുടക്കത്തിൽ പറയുന്ന ആമുഖം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗം 51 ശ്ലോകങ്ങളാണ്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്രീ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഇത് ഉപദേശിച്ചു. അപ്പോൾ അഗസ്ത്യ മഹർഷി ഇത് കേൾക്കാൻ തയ്യാറായി. അഗസ്ത്യ മഹർഷി ചോദിച്ചു എന്നുള്ളതാണ് ബ്രഹ്മാണ്ഡ പുരാണം പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഗുരു ആരാണ്, ശിഷ്യൻ ആരാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരിക്കൽ ഒരു ദേവന്മാർ വലിയൊരു യാഗം ചെയ്തു. യാഗസംരക്ഷണത്തിന് സാക്ഷാത് മഹാവിഷ്ണു തയ്യാറായി. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾ ആ യാഗം നടന്നു. ആ യാഗത്തിൻ്റെ
അവസാനത്തിൽ ഒരു വില്ലിൻ്റെ മുകളിൽ തൻ്റെ തല വെച്ചുകൊണ്ട് വിഷ്ണു സകല നേരം ഉറങ്ങി. അപ്പോൾ വിഷ്ണുവിനെ ഉണർത്തുവാൻ വേണ്ടി ഉറുമ്പിൻ്റെ രൂപത്തിൽ ദേവേന്ദ്രൻ ചെന്നതായിട്ടും ഞാൻ പൊട്ടിച്ചതായിട്ടും. പക്ഷേ അപ്പോൾ വിഷ്ണു ഉണരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വിഷ്ണുവിൻ്റെ തല തെറിച്ചുപോയി, തല ഖണ്ഡിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ദേവന്മാർക്കൊക്കെ വലിയ വിഷമമായി. നമ്മൾ സാക്ഷാത് മഹാവിഷ്ണുവിനെ ഉണർത്തുവാൻ വേണ്ടി ചെയ്തപ്പോൾ ഇങ്ങനെയായല്ലോ. എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചു. ദേവി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അടുത്തുള്ള ഏതെങ്കിലും ഒരു തല കൊണ്ടുവന്ന് അവിടെ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ ഒരു അശ്വത്തിൻ്റെ തലയാണ് കിട്ടിയത്. ആ അശ്വത്തിൻ്റെ തല കൊണ്ടുവന്ന് സാക്ഷാത് മഹാവിഷ്ണുവിനെ പൊരുത്തി. അദ്ദേഹം അങ്ങനെ ഹയഗ്രീവനായി. ഹയം എന്ന് വെച്ചാൽ കുതിര എന്നാണ്. കുതിരയുടെ തലയാണ് അദ്ദേഹത്തിനുള്ളത്. എങ്ങനെയാണോ ശൈവ ആഗമങ്ങളിൽ ശൈവന്മാരൊക്കെ ദക്ഷിണാമൂർത്തിയെ ജ്ഞാനസ്വരൂപിയായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ ഹയഗ്രീവനാണ് വൈഷ്ണവ മതത്തിൽ ജ്ഞാനത്തിൻ്റെ ആചാര്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ലോപാമുദ്രയും അഗസ്ത്യനും ശിഷ്യപ്പെട്ടു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അഗസ്ത്യ മഹർഷി ഹയഗ്രീവനോട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പൂർവ്വഭാഗം തുടങ്ങുന്നത്. അഗസ്ത്യ ഉവാച അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്രവിശാരദ കഥിതം ലളിതാദേവ്യാः ചരിതം പരമാദ്ഭുതം പൂർവം പ്രാദുർഭവോ മാതുഃ തതഃ പട്ടാഭിഷേചനം ബണ്ഡാസുരവധശ്ചൈവ വിസ്തരേണ ത്വയോദിതഃ വർണ്ണിതം ശ്രീപുരം ചാപി മഹാവിഭവവിസ്തരം ശ്രീമത്പഞ്ചദശാക്ഷര്യാः മഹിമാവർണ്ണിതസ്തഥാ. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഉദ്ഭവം, ശ്രീ ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി, ഇതാരാണ് ഉപദേശിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.